പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ മാറ്റം, പ്രത്യേകിച്ച് ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്ത് വരാനിരിക്കുകയാണ്. ഇന്ന് മുതൽ രാജ്യത്തുടനീളം വാട്സപ്പിലൂടെ പണം അയക്കാനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാട്സപ്പ് പേയ്മെൻറ്റ് സർവീസിന് ഇന്ത്യ അനുമതി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ മാറ്റം രാജ്യത്ത് വരുന്നത്. മൾട്ടി ബാങ്ക് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് വാട്സപ്പ് പേ എന്ന ഈ ഒരു സൗകര്യം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ 2 കോടി ഉപഭോക്താക്കൾക്കാണ് ആദ്യം ഈ സേവനം ലഭ്യമാകുക. ക്രമേണ എല്ലാ ഉപഭോക്താക്കൾക്കും ഈ സേവനം ലഭ്യമാകുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സർക്കാർ അനുമതി നൽകാത്തത് മൂലമാണ് മറ്റു രാജ്യങ്ങളിൽ വാട്സപ്പിൽ ഈ സൗകര്യമുണ്ടായിട്ടും ഇന്ത്യ രാജ്യത്ത് ഇത് ആരംഭിക്കാൻ സാധിക്കാതിരുന്നത്. ഗൂഗിൾ പേ അടക്കമുള്ള ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങൾക്ക് സമാന്തരമായി തന്നെയാണ് വാട്സപ്പ് പേയുടെയും പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ രാജ്യത്ത് വന്നിരിക്കുന്ന പുതിയ മാറ്റം, നിങ്ങൾക്ക് അതിൻ്റെ സേവനം ലഭ്യമാകുന്നതിന് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ പേയ്മെന്റിൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മറ്റു അടിസ്ഥാന ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ നൽകുന്നതിലൂടെ നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുമായി നിങ്ങളുടെ വാട്സപ്പ് ലിങ്ക് ചെയ്യപ്പെടും. ഈ ഒരു സൗകര്യം നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് ചെയ്യപ്പെടുന്നതോടുകൂടി മറ്റുള്ളവർക്ക് പേയ്മെന്റ് നടത്തുന്നതിന് മെസ്സേജ് ചെയ്യുന്ന അതേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, രാജ്യത്ത് ആദ്യഘട്ടത്തിൽ 2 കോടി ജനങ്ങൾക്കാണ് ഇതിൻ്റെ സേവനം ലഭ്യമാകുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കണമെന്നില്ല. എന്നാൽ 2 കോടി ജനങ്ങളുടെ ആദ്യ സേവനം വിജയകരമായി പൂർത്തീകരിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ സൗകര്യം വ്യാപിപ്പിക്കുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ കേരള പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്ത മുഴുവൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളും എത്രയും പെട്ടെന്ന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണമെന്നാണ് കേരള പോലീസ് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നീ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.